ഇന്ന് വില്ലുമംഗലം സ്വാമിയാറായ കഥ പറയാം. വടക്കൻ കേരളത്തിലെ ഒരു നമ്പൂതിരി ഗൃഹത്തിൽ ജനിച്ച അദ്ദേഹത്തിന് ചിന്താമണി എന്നു പേരായ ഒരു വാരസ്യാറായിരുന്നു ഭാര്യയായിട്ടുണ്ടായിരുന്നത് അത്രേ. വളരെ സാത്വികയായ ഒരമ്മ. വളരെ നല്ല രീതിയിലായിരുന്നു അവരുടെ ഗൃഹസ്ഥാശ്രമ ജീവിതം പോയിക്കൊണ്ടിരുന്നിരുന്നത്. വില്ലുമംഗലത്തിന് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു അത്രേ ഭാര്യയോട്. ആ, ഒരു പുരോഹിത ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചത്. അതായത് ജനനം, മരണം, വിവാഹം തുടങ്ങിയ എന്ത് കാര്യത്തിനും ഒരു മുഖ്യ കാർമ്മികൻ വേണം. അങ്ങനെ കാർമ്മികനായിട്ട് പോവാൻ അധികാരപ്പെട്ട കുടുംബത്തിലായിരുന്നു അത്രേ അദ്ദേഹത്തിന്റെ ജനനം. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഗൃഹത്തിലെ മറ്റെല്ലാവരും മറ്റ് ഓരോരോ പ്രവൃത്തികൾക്കായിട്ട് പോയ സമയത്ത് ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കേണ്ടതായി വന്നു വില്ലുമംഗലം സ്വാമിയാർക്ക്. അദ്ദേഹം ആ ചടങ്ങിലൊക്കെ പങ്കെടുത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വളരെ രാത്രിയായി. കർക്കിടക മാസമാണ്. വളരെ ഘോരമായ മഴയുണ്ട്. മാത്രമല്ല, ഭാരതപ്പുഴ കടന്ന് അപ്പുറത്തെത്തിയാലേ അദ്ദേഹത്തിന് ഭാര്യാഗൃഹത്തിൽ എത്താൻ സാധിക്കുള്ളൂ. കടത്തുകാരൻ പോയിട്ടുണ്ടാവും. ഈ രാത്രി സമയത്ത് പോവണ്ടാന്ന് എല്ലാവരും അദ്ദേഹത്തിനോട് നിർബന്ധപൂർവം പറഞ്ഞു. പക്ഷെ എന്നാലും ഭാര്യയെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കാത്ത അദ്ദേഹം ഈ എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്തുകൊണ്ട് ഭാര്യാഗൃഹത്തിലേക്ക് എത്തണം എന്ന് ഉറപ്പിച്ചു. അങ്ങനെ അദ്ദേഹം രാത്രിയിൽ ഭാരതപ്പുഴ നീന്തി കടക്കാൻ തീരുമാനിച്ചു. വളരെയധികം വെള്ളം കയറി നിൽക്കുന്ന സമയത്ത് ഭാരതപ്പുഴയിലൂടെ കുറുകെ നീന്താൻ തുടങ്ങി അദ്ദേഹത്തിന് കുറച്ച് കഴിഞ്ഞപ്പോൾ കയ്യും കാലും ഒക്കെ കുഴയുന്നതായി തോന്നി. ഒലിച്ചു പോകുമോ എന്നൊക്കെ തോന്നിയ സമയത്താണ് അദ്ദേഹത്തിന് ഒരു തടി പിടിക്കാനായിട്ട് കിട്ടിയത്. ആ തടിയുടെ സഹായത്താൽ അദ്ദേഹത്തിന് എങ്ങനെയൊക്കെയോ മറുകരയിൽ എത്താൻ സാധിച്ചു. നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അത് വെറും ഒരു തടിയായിരുന്നില്ല, അതൊരു ശവശരീരമായിരുന്നു എന്ന്. അതിന്റെ ചെടുപ്പ് മാറാനായിട്ട് അദ്ദേഹം ഒരുപാട് തവണ മുങ്ങി കുളിച്ചു. അതിനുശേഷം വിറച്ചുകൊണ്ട് അദ്ദേഹം ആ ഭാര്യാഗൃഹത്തിലേക്ക് എത്തി. അവിടെ ചെന്നതിന് ശേഷം ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു, നിന്നോടുള്ള അതികഠിനമായ സ്നേഹത്തിന്റെ പേരിലാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി ഈ രാത്രി ഇവിടെ വന്നത് എന്ന്. ആ സാത്വികയായ അമ്മ പറഞ്ഞു അത്രേ, ഈ സ്നേഹം ഭഗവാനോടായിരുന്നു തോന്നിയിരുന്നതെങ്കിൽ എന്ന്. ഈ ഒറ്റ വാചകത്തോടു കൂടി അദ്ദേഹത്തിന് വിരക്തി വരികയും ഭാരതപ്പുഴയുടെ തീരത്തിരുന്ന് അദ്ദേഹം പഞ്ചാക്ഷരം ചൊല്ലാനും തുടങ്ങി എന്നാണ്. അതിനുശേഷം പഞ്ചാക്ഷരം ചൊല്ലി അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഓടിയെത്തിയെന്നും അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന തരത്തിൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. ഇങ്ങനെയാണ് ആദരണീയനായ വില്ലുമംഗലം സ്വാമിയാറായി മാറിയത് അദ്ദേഹം എന്നാണ് കഥ.